ഓണം എല്ലാവർക്കും തന്നെ ആഘോഷമാക്കുന്നതിന് വേണ്ടി ഒരു കുറവും വരുത്താതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ്റെ അടുത്ത ഗഡു കൂടി 1600 രൂപ കൂടി ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, അതായത് ഓഗസ്റ്റ് മാസം 24-ാം തീയതിക്കൊക്കെ ശേഷമാണ് പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പെൻഷനിൽ 3200 രൂപ വിതരണം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ 1600 രൂപ മാത്രം ലഭിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബാക്കി ശേഷിക്കുന്ന 1600 രൂപ കൂടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിലവിൽ ഇപ്പോൾ ഈ തുക ലഭിച്ചു കാണും. ഇനി ലഭിക്കാനുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. വളരെ വൈകാതെ ഈ ആനുകൂല്യം ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. പക്ഷേ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ആനുകൂല്യം വൈകുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് DBT സെല്ലിലൊക്കെ വിളിച്ചൊന്ന് അന്വേഷിക്കുക, എന്ത് കാരണത്താലാണ് തുക തടസ്സപ്പെട്ടിട്ടുള്ളത് എന്ന്. ചിലപ്പോൾ ചില ബാങ്കുകളിൽ മാത്രമായിരിക്കും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുന്നത്. ഇനി അതല്ല എങ്കിൽ മറ്റ് ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലമായിരിക്കും പെൻഷൻ തുക എത്താതെ വരുന്നത്. അതുമാത്രമല്ല, മുൻപൊക്കെ ചിലവർക്ക് ചില ഗഡുക്കൾ ലഭിക്കാതെ വന്ന സാഹചര്യം പോലുമുണ്ട്. വിതരണ തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ന് സെപ്റ്റംബർ മാസം 2-ാം തീയതിയോടെ ഈ വിതരണത്തിൻ്റെ തീയതികൾ സർക്കാർ പ്രഖ്യാപിക്കുന്നതനുസരിച്ച് അവസാനിക്കുകയാണ്. അതായത് ബാക്കി ശേഷിക്കുന്ന തുക മുഴുവൻ സർക്കാരിലേക്ക് തിരികെ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാങ്കേതികപരമായ കാരണത്താലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പക്ഷേ വരുന്ന ദിവസങ്ങളിലും വിതരണം ചെയ്യും. അതിൽ തടസ്സങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഈ 3200 രൂപയുടെ ധനസഹായവും ഈ സെപ്റ്റംബർ മാസം ഈ ആഴ്ച കൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ്. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പെൻഷൻ ആനുകൂല്യമെല്ലാം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മളെല്ലാം തന്നെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള മസ്റ്ററിങ് ചെയ്യണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തീയതിയും ഈ മാസം 10-ാം തീയതിയോടെ അവസാനിക്കുകയാണ്. സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച വരെയാണ് ഇതിനു വേണ്ടി സമയം അനുവദിച്ചിട്ടുള്ളത്. ഈ സെപ്റ്റംബർ മാസത്തെ വിഹിതം സർക്കാർ അനുവദിക്കുന്ന സമയത്ത് ഈ മസ്റ്ററിങ് ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് ഇനി ആനുകൂല്യം തടസ്സപ്പെടുന്ന രീതിയായിരിക്കും. അതായത് അവരുടെ അക്കൗണ്ട് താൽക്കാലികമായിട്ട് മരവിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അതായത് ഇനി അങ്ങോട്ട് തുക ലഭിക്കുന്നതല്ല. പിന്നീട് എന്നാണോ ഇവർ മസ്റ്ററിങ് ചെയ്യുന്നത്, ആ മാസത്തെ പെൻഷൻ വിഹിതം സർക്കാർ അനുവദിച്ച ശേഷമായിരിക്കും അത് അക്കൗണ്ടിലേക്കൊക്കെ ലഭിക്കുക. അതിനു മുൻപ് എത്ര നാൾ കുടിശ്ശിക വരുന്നു ആ തുകയൊന്നും തന്നെ നമുക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇത് അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരിലേക്കൊക്കെ നിങ്ങളൊന്ന് പറയുക, ഈ കാര്യങ്ങളൊന്ന് അറിയിക്കുക. കാരണം സ്മാർട്ട് ഫോൺ എല്ലാവരും തന്നെ ഉപയോഗിക്കണമെന്നില്ല. പ്രത്യേകിച്ച് പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈവശം സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മളുടെ അറിയാവുന്ന ഇത്തരത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, ഭിന്നശേഷി നേരിടുന്നവർ, അതോടൊപ്പം തന്നെ വിധവകളായിട്ടുള്ളവർ, അതോടൊപ്പം മറ്റ് ഏതെങ്കിലുമൊക്കെ കർഷക തൊഴിലാളി പെൻഷൻ അല്ലെങ്കിൽ വിവിധ ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ വാങ്ങുന്നവർ, അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് ഈ കാര്യങ്ങൾ പറയുക. നിങ്ങൾ മസ്റ്ററിങ് ചെയ്തോ എന്ന് ചോദിക്കുക. 2025-ൽ പെൻഷൻ അപേക്ഷ വെച്ച് പെൻഷൻ അപ്രൂവ് ആയവരാണെങ്കിൽ ഈ പ്രാവശ്യത്തെ മസ്റ്ററിങ് അവർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അതിന് മുൻപ് തന്നെ പെൻഷനൊക്കെ അപ്രൂവ് ആയിട്ട് പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മുടക്കം കൂടാതെ ഈ 10-ാം തീയതിക്കുള്ളിൽ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ്. ഒരിക്കൽ ചെയ്തവർ, അതായത് ഈ പ്രാവശ്യം ഇത് ജൂൺ മാസമൊക്കെ ആരംഭിച്ചതാണ്. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസം വരെയൊക്കെയായിരുന്നു സമയമുണ്ടായിരുന്നത്. അത് ദീർഘിപ്പിച്ചാണ് സെപ്റ്റംബർ വരെ ആക്കിയത്, സെപ്റ്റംബർ 10 വരെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ചെയ്തവരുണ്ടെങ്കിൽ ഇനി അവർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, മറ്റ് രേഖകളൊന്നും തന്നെ ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. മസ്റ്ററിങ് മാത്രം മതി. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.